ഇരിക്കുക. നമ്മൾ ഉടമ്പടിയുടെ പ്രത്യാഘാതം എന്ന പരിണത ഫലമായ നമ്മളേറെ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾക്ക് എന്നാൽ അത്യന്താപേക്ഷിതമാണ് താനും. ഈ വരം അത്യന്താപേക്ഷിതമാണ്. ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു വരമാണ് ആത്മശക്തിയുടെ വരം. മനസ്സിലായില്ലേ? ഇത് ഒരു നമ്മളെ ഫോക്കസ് ചെയ്യേണ്ട, അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇപ്പം നിങ്ങളുടെ കാര്യം ഇപ്പോൾ വിവാഹം ഒത്തുവരണില്ല, വസ്തു വിൽക്കണില്ല, ജപ്തി നടപടി വരാൻ പോകുന്നു, നിങ്ങളുടെ രോഗമാണ്, അത് വളരെ മോശകരമായ രോഗമാണ്. പക്ഷേ ഇത് സൗഖ്യപ്പെടുന്നവരെ, അല്ലെങ്കിൽ ആ വസ്തു വിൽക്കുന്നവരെ, അല്ലെങ്കിൽ ആ ജോലി ലഭിക്കുന്നവരെ ഒരു സമയമുണ്ടല്ലോ. ചിലപ്പോൾ 10 മിനിറ്റ് ആകാം, 10 ദിവസമാകാം, ചില റെയർ കേസിൽ 10 മാസവും ആകാം. പക്ഷെ ഉടമ്പടിയിൽ നിങ്ങൾക്കറിയാം, അതായത് ഇതിൻ്റെ ബൈ ഗ്രേസ്, ഇപ്പോൾ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഉപ ഉൽപ്പന്നം എന്ന് പറഞ്ഞ പോലെ വരപ്രസാദമുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ സമയം അല്പം നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഫില്ലിംഗ് ഗ്രേസ് ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫില്ലിംഗ് ഗ്രേസ്, അതായത് ഇതിനെ നമ്മൾ കൃഷിക്കാരൊക്കെ ഇടവിള എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഉടമ്പടി വിഷയം നിറവേറുന്ന സമയം വരെ നമ്മളെ നിലനിർത്തുന്ന ചില കൃപകളുണ്ട്. അതാണ് ഫില്ലിംഗ് ഗ്രേസ് എന്ന് പറയുന്നത്. നിലനിർത്തുന്ന കൃപകൾ. ഈ നിലനിർത്തുന്ന കൃപയിൽ പ്രധാനപ്പെട്ടതാണ് ആത്മശക്തി എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വസ്തുവിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലേ? വീട്, ജോലി, വിവാഹം, അതുപോലെ തന്നെ പഠനം, വിജയം. പക്ഷെ അത് എത്തണ വരെ, അത് നമ്മൾ അനുഭവിക്കുന്ന വരെ ഉള്ള ടൈം പല ആൾക്കാരും എങ്ങനെയാണ് ചിലവഴിക്കണത്? ടെൻഷൻ അടിച്ചു. ഉടമ്പടി എടുക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കുന്നുണ്ട്, ഇല്ലേ? ഉടമ്പടി എടുക്കുന്നുണ്ട് അവർ. പക്ഷെ അവർ എങ്ങനെ വല്ലപാട് തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, റിസൾട്ടൊന്ന് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, ഈ പണ്ടാരം ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന്, അല്ലേ? അത് ടെൻഷൻ. അതാണ് ഈ ടൈം എങ്ങനെയാണ് ഫില്ല് ചെയ്യണത്. സുവിശേഷം ഇതിനെ ഫില്ല് ചെയ്യണത് ഒരു പ്രത്യേക വരപ്രസാദം കൊണ്ടാണ്. ആത്മശക്തി എന്ന് പറയും. എല്ലാവർക്കും അവകാശമുള്ളതാണ്, ആർക്കും കിട്ടും. ആർക്കും കിട്ടുമെന്ന് എനിക്കറിയാമല്ലോ. ഇപ്പോഴത്തെ ഒരു ഉടമ്പടിയുടെ ഒരു വിഷയമെന്ന് പറയണത്, ഇപ്പം ആമിന താത്താടെ ഒരു ചെറുപ്പക്കാരത്തിയായ ഒരു മുസ്ലിം ലേഡി ഇന്നലെ സാക്ഷ്യം പറഞ്ഞില്ലേ? അപ്പോൾ അവർ ആ സാക്ഷ്യം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉടമ്പടി എന്ന് പറയുന്നത് ആരാണ് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണത്, ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടും. വിശ്വാസം ആർക്കാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, ഇപ്പോൾ അവർക്ക് അടയാളം കിട്ടും. അത് എക്സ് ഓർ വൈ, അതിനകത്ത് വിശ്വാസത്തിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. വിശ്വാസം മാത്രമാണ്. അത് വിശ്വാസം ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ബൈബിളിൻ്റെ ഒരു നിലപാടതാണ്. ആർക്ക് വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, ആർക്ക് വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റുന്നു, പ്രയോഗിക്കാൻ ആർക്കാണ് നല്ല കപ്പാസിറ്റിയിൽ വിശ്വാസം പ്രഖ്യാപിക്കാനോ പ്രയോഗിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നത്, അവർക്ക് അടയാളം കിട്ടും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, വിശ്വസിക്കുന്നതിൻ്റെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. അത് പറയുമ്പോൾ തന്നെ വിശ്വസിക്കുന്നതിൻ്റെ മേൽ ഒരു 16-17 എടുത്തേ. മർക്കോസിന്റെ സുവിശേഷം മർക്കോസ് 16:17. വിശ്വസിക്കുന്നവരോട് കൂടെ ഒന്ന് പറഞ്ഞേ. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകണ എന്താണ്? അടയാളമാണ്. അത് ആർക്കും വിശ്വസിക്കാം. അത് ക്രിസ്ത്യൻസ് ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യൻസ് ആകണം. ആർക്കാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയണത്, അവർക്ക് അടയാളം കിട്ടും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ആമിനയുടെ പ്രോബ്ലം എന്താണ്? അവരുടെ പ്രോബ്ലം, അവർക്ക് കുറേ മാസങ്ങളായിട്ട് വയറിങ്ങനെ വീർത്തു വരുന്നു, മലവും മൂത്രവും ഒന്നും പോകുന്നില്ല. അപ്പോൾ അവർക്ക് കുടലിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ്, സിസ്റ്റോ ഒക്കെയാണ്. അപ്പോൾ അതിന് കൊളോണോസ്കോപ്പിയൊക്കെ ചെയ്യണം, ഓപ്പറേഷൻ വേണം. ഡോക്ടർ പറഞ്ഞ് ഇനി വരുമ്പോൾ ഓപ്പറേഷൻ റെഡിയായിക്കൊണ്ട് വരാൻ പറഞ്ഞു.
അപ്പോൾ ഒരു ഓപ്പറേഷൻ റെഡിയാകാൻ വേണ്ടി നിന്നപ്പോഴാണ് അവർ യൂട്യൂബിൽ നിന്ന് നമ്മളുടെ ഈ ധ്യാനപ്രസംഗം കേൾക്കുന്നത്. ഈ ധ്യാനപ്രസംഗം അല്ല, ആരും കൊണ്ട് പത്രം കൊടുത്തതല്ല, യൂട്യൂബിൽ നിന്ന് ഈ ധ്യാനപ്രസംഗം കേൾക്കുമ്പോൾ അവിടെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആന്തരിക അഭിഷേകം കിട്ടും. ഇവിടെ ഈ മാതാവിനെ പോയി കണ്ടാൽ എനിക്ക് ഓപ്പറേഷൻ ഇല്ല, ദൈവം എന്നെ സുഖപ്പെടുത്തുമെന്ന്. അതാണ് ദൈവവിളിയെന്ന് പറയണത്. ദൈവവിളിയെന്ന് പറയണത് നമുക്ക് ദൈവം അത് വിളിക്കുകയാണ് അവർക്കൊരു ഒരു ധ്യാനപ്രസംഗം എത്രയോ പ്രാവശ്യം ധ്യാനപ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നു. അവർക്ക് വിളിയുണ്ടാകണം നിർബന്ധമില്ല. അപ്പം ചിലർക്ക് ദൈവം പെട്ടെന്ന് അവർക്ക് അതിനോടുള്ള ഒരു ആത്മീയ ആകർഷണം കൊടുക്കും. ഈ നമ്മൾ ആദ്യം ആകർഷണമായിട്ടാണ് വരണം, ദൈവവിളി ആകർഷണമായിട്ടാണ് വരണം. നമുക്കതിനോട് ആകർഷണം തോന്നും പെട്ടെന്ന്. അപ്പോഴതാണ് ദൈവവിളി എന്ന് പറയണത്. നമ്മൾ അഭിരുചി എന്നൊക്കെ പറയും, പക്ഷേ എന്തഭിരുചി എന്ന് പറഞ്ഞാലും ആദ്യം വരേണ്ടത് ആകർഷണമാണ്. ഈശോ ഉപയോഗിച്ച വാക്ക് ആകർഷണമാണ്. എനിക്ക് തോന്നുന്നത് ഈ യോഹന്നാൻ്റെ സുവിശേഷം 6:27 ആകർഷണം, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 6:44 എന്നെ അയച്ച പിതാവ്, പറഞ്ഞേ, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ ആകർഷണം എന്നാണ് ദൈവവിളി എന്ന് പറയുന്നത്. ഞങ്ങൾ സാധാരണഗതിയിൽ അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ആകർഷണമാണ് ക്രിസ്തുവിനോട്. അപ്പോൾ ഞങ്ങൾ ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ശുശ്രൂഷയ്ക്ക് ആകർഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ എടുക്കും. അപ്പോൾ ദൈവവിളിയെന്ന് പറയണത് ഞങ്ങൾക്കായാലും നിങ്ങൾക്കായാലും ബേസിക്കായിട്ട് ഇത് ആകർഷണമാണ്. ഇപ്പം തന്നെ പക്ഷെ ആകർഷിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആരാണ് ആകർഷിക്കുന്നത്? ദൈവം, പിതാവായ ദൈവമാണ്. കണ്ട 6:44 എന്ന് പറഞ്ഞ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകർഷണം വരുമ്പോൾ ഈ ആകർഷണത്തിന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പം നമ്മൾ ഇടിമിന്നലിൻ്റെ ഇപ്പോൾ വർഷകാലത്ത് കാലവർഷത്തിന് വലിയ ഇടിമിന്നലൊന്നുമില്ല, ചെറിയ ചുരുക്കം ഇടിമിന്നലൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് അപകടമൊക്കെ ഉണ്ടാകുന്നത് തുലാവർഷത്തിലെ ഇടിമിന്നലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഉടനെ പത്രത്തിലൊക്കെ പറയും, ടി വിയിൽ പറയും, സോഷ്യൽ മീഡിയയിലൊക്കെ പറയും, ഇടിമിന്നലിൻ്റെ കാലത്ത് തുറസായ സ്ഥലത്ത് കൂടി പോകരുത്, അതുപോലെ തന്നെ ഇടിമിന്നലേക്കുന്ന പാത്രങ്ങൾ മുറ്റത്ത് വെക്കരുത് അല്ലേ. അപ്പോൾ അതൊക്കെ ആകർഷണമുണ്ട് അതിനൊക്കെ. ഇതുപോലെ നമ്മുടെ മനസ്സിലും ദൈവവിളിക്ക് കിട്ടാനുള്ള കുറേ ആകർഷണങ്ങളുണ്ട്. അത് ആ മനസ്സ് ഒന്ന് ഒരുക്കിയെടുത്താൽ ഈ ആകർഷണം ആർക്കും കിട്ടും. മനസ്സിലായില്ലേ? ഒരു മനസ്സൊന്ന് ഒരുക്കിയെടുത്താലേ, അതായത് ദൈവത്തിനുള്ള ഒരു വിഷയം, ദൈവം ശക്തിമാണ്, ദൈവത്തിന് നമ്മൾ ദൈവസ്നേഹമാണെന്ന് പറയുമ്പോൾ ഹീസ് എ പേഴ്സൺ. പക്ഷേ ആ സ്നേഹം അനുഭവേദ്യമാകുന്നത് പവറിലാണ്, ശക്തിയിലാണ്. അതേസമയത്ത് നമ്മൾക്ക് ഈ ദൈവസ്നേഹത്തെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മനുഷ്യരോടുള്ള സ്നേഹവും ജീവജാലങ്ങളോടും പ്രകൃതിയോടും ശുദ്ധവെള്ളം, ഇപ്പോൾ അത് മനുഷ്യനൊക്കെ ജീവിക്കണ എന്താണ്? ശുദ്ധവായു അല്ലേ. ഈ ശുദ്ധവായുവായിട്ട് നിലനിൽക്കണം. ഞാൻ പുക വലിച്ച് ഈ വായുവിനെ മലിനമാക്കരുത്. അപ്പോൾ ഞാൻ ശുദ്ധവായുവിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ ജനങ്ങളെയാണ് സ്നേഹിക്കണത്. ശരിക്കും പറഞ്ഞാൽ അതൊരു സ്നേഹമാണ്. നമുക്ക് ഇനിയൊക്കെ പ്രകൃതിയെ സ്നേഹിക്കാതെ ഇവിടെ സർവൈവിങ് നടക്കത്തില്ല. പ്രകൃതിയെ സ്നേഹിക്കാതെ, അതിനെ മലിനമാക്കാതെ, അതിനെ വെർജിനായിട്ട് സൂക്ഷിക്കാത്തോളം കാലം നമുക്കിനി ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളറിയണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് 63 വയസ്സായി, പക്ഷേ നിങ്ങളറിയണമെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കാണുന്ന തോടല്ലല്ലോ ഇപ്പോൾ കാണുന്നത്, തോടും പുഴയുമൊക്കെ. ഇപ്പം ഞാൻ എല്ലാ ദിവസവും തന്നെ പെരിയാറ്റിൽ കുളിക്കണം. ആലുവയിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ ആഴ്ചയിലും 3-4 പ്രാവശ്യം പെരിയാറ്റിൽ കുളിക്കുന്ന ആളാണ്. കാരണം ഇപ്പോൾ പുഴ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പുഴയിൽ പക്ഷേ ഇപ്പം നോക്കിയാൽ നമുക്ക് സങ്കടം വരും. പെരിയാറിനെ നമുക്ക് ഇറങ്ങാൻ പോലും തോന്നത്തില്ല. എന്താ? ഇറ്റ് ഈസ് പൊല്യൂട്ടഡ്. ലോകത്തിലുള്ള മുഴുവൻ ഫാക്ടറികളെല്ലാം അതിൻ്റെ ഔട്ട്ലെറ്റ് എല്ലാം അതിൻ്റെ ഇത് വെച്ച് അത് പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു. വെള്ളം മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു മാരക പാപകമാണ്.
മനുഷ്യരാശിയെ ഒന്നടങ്കം പൊതുവെ പൊതുജനത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വ്യവസായ മലിനീകരണങ്ങൾ ഒരു മാരക പാപമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് ഞാനായിട്ട് അതിനൊരു വഴി വെക്കരുത് എന്ന് പറയുമ്പോൾ ആകർഷണമാകും ദൈവത്തിന്. കാര്യം ദൈവമല്ലേ ശുദ്ധമായിട്ട് സൂക്ഷിച്ചതല്ല, വെള്ളമായാലും വായുവായാലും ശുദ്ധമായി സൂക്ഷിക്കണം, നിലനിൽക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളായിട്ട് അതിനെ പൊല്യൂട്ടഡ് ആക്കരുത്, നമ്മുടെ പ്രദേശങ്ങളിലൊരു വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച് കളയരുത് എന്ന് ഞാൻ ചിന്തിച്ചാൽ അപ്പോഴവിടെ വെച്ച് നിനക്ക് ആകർഷണം കിട്ടും. നിൻ്റെ തിന്മയ്ക്ക് വേണമെങ്കിൽ നിനക്ക് ചിന്തിക്കുക, തിന്മയായിട്ട് ഞാൻ നന്നായതുകൊണ്ട് എന്ത് കാര്യം, ബാക്കിയുള്ള കൊണ്ടൊന്നും അത് ഇടത്തില്ലേ, അതല്ല. അക്കൗണ്ട് ചോദിക്കുമ്പോൾ നിൻ്റെ കാര്യമേ ചോദിക്കത്തുള്ളൂ. ഇത് ഞാനിപ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത്? ദൈവ ആകർഷണം എങ്ങനെ നമ്മൾക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ദൈവാകർഷണത്തെ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണം, ചുറ്റുപാടുകളെ സ്നേഹിക്കണം. ചുറ്റുപാടുകളിലെല്ലാം ഉണ്ട് കേട്ടോ, മൃഗങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നീ ക്രിയേറ്റ് ചെയ്താൽ അന്ന് മുതൽ നിങ്ങൾക്ക് ദൈവാകർഷണം ഉണ്ടാകും. സൃഷ്ടിയെ നിലനിർത്താൻ വേണ്ടി അതിനെ മലിനവശമാക്കാതെ ഇരിക്കാൻ തീരുമാനിച്ചാൽ, അതിനെ പരിപോഷിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നീ ചെയ്യണ കാര്യം ദൈവനാമത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ആർക്കും ചെയ്യാം. പക്ഷെ നമ്മൾക്കുള്ള ഗുണം എന്താണെന്നറിയാവോ? നമ്മളത് ദൈവനാമത്തിൽ ചെയ്യുമ്പോഴാണ് ഇത് ഗ്രേസായിട്ട് മാറണത്. അല്ലെങ്കിൽ സാധാരണ ഒരു മാനവിക പ്രവർത്തനമായിട്ട് മാറുകയുള്ളു. നമ്മളത് ദൈവമേ നിൻ്റെ നാമത്തിലാണ് ഞാൻ ഈ വിഷയം ചെയ്യേണ്ടത്. മനുഷ്യനെ കാണിക്കാനോ ഒപ്പിക്കാനോ നല്ല പേരെടുക്കാനോ ഒന്നുമല്ല, എല്ലാം നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവമേ എല്ലാം നിന്റെ നാമത്തിൽ ചെയ്യുവാനും സമൂഹത്തിനും ഭൂമിക്കും ഒരു അലങ്കാരമായി ജീവിക്കുവാനും എന്നെ സുവിശേഷ വെളിച്ചത്താൽ എന്റെ കണ്ണ് തുറക്കണമേ. ശ്രദ്ധിക്കട്ടെ, പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ദൈവാകർഷണത്തിൻ്റെ ഒരു പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ആമിനയോട് ഡോക്ടർ പറഞ്ഞതെന്താണ്? നീ ഓപ്പറേഷന് റെഡിയായിട്ട് വരിക. കാര്യം വലിയ നിസ്സാര കാര്യമില്ലേ. ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം തന്നെ 2-3 ദിവസം തന്നെ ഈ മരവും മുതലൊക്കെ പോകാതിരുന്നപ്പോൾ മയറൊക്കെ വീർത്ത് മനുഷ്യൻ ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് വല്ലാത്ത കണ്ടീഷനായി പോകും. ഓപ്പറേഷൻ അല്ലാതെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വേറെ മാർഗ്ഗമൊന്നും ഇല്ല താനും. പക്ഷെ ഇവരെന്നെ ചെയ്യണത്, ഇവർ ഈ അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ യൂട്യൂബിൽ ധ്യാനം കാണുകയും ഇവർ നേരെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും ചെയ്യും. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര അഭിഷേകം കിട്ടും. പിന്നെ അവരതിനു വേണ്ടി എല്ലാം ഓരോ കാര്യം ചെയ്യും. കാര്യം ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, അവർ ഹീലായെന്ന് മനസ്സിലായി. അത് ഭയങ്കര സ്പീഡായിരുന്നു. സാധാരണ ഉടമ്പടിയേക്കാൾ കൂടുതൽ സ്പീഡായിരുന്നു ഈ ആമീനയുടെ ഉടമ്പടിക്ക്. അത് നിങ്ങൾ സാക്ഷി വിട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അവർക്ക് അത്രയും ആശ്വാസം, നിങ്ങൾക്കറിയാമല്ല, ഈ ഒരു വിഷയത്തിൽ ആശ്വാസം പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആശ്വാസമാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ മനുഷ്യനെ അറിയാൻ പറ്റത്തുള്ളത്, അത്രയും ഇതായി. പക്ഷേ അതിനുശേഷം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പത്രമെല്ലാം ആൾക്കാർക്ക് കൊടുക്കും. അവരുടെ തുണിക്കടയിലാണ് അവർക്ക് തുണിക്കടയാണ് ഉള്ളത്. ആ തുണിക്കടയിൽ നിന്നുകൊണ്ട് അവർ പറയണ വാക്കുകളൊക്കെ രസമാണ്. ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടാണ് പത്രം കൊടുക്കണമെന്ന് എന്നാണ് അവർ പറഞ്ഞിരിക്കണേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിത് എങ്ങനെ പത്രം കൊടുക്കണമെന്ന്. കത്തോലിക്കരുടെ കാര്യം പോക്കാണ്. എന്താ കാര്യം? ചില ആൾക്കാർ സാരിയുടെ അകത്ത് കൊണ്ടേ കക്ഷത്ത് പത്രവും വെച്ച് സാരിയിട്ട് മൂടിക്കൊണ്ടേ കുമ്പസാരക്കുണ്ടിൻ്റെ അവിടെ നിൽക്കും. എന്നിട്ട് ആൾക്കാർ പോകാൻ വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും. ആളില്ലെന്ന് കാണുമ്പോൾ കുമ്പസാരക്കുണ്ട് അടി വെച്ച് ഓടിക്കണം. ഇങ്ങനെയുള്ള പെരിച്ചാഴികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഈ സാക്ഷിയോട് നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. അവരിവിടെ നിൽക്കുന്നു, ഈ സഹോദരി ഇവിടെ നിൽക്കുന്നു, വ്യത്യാസം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് വിഷയം എന്നത്, അതായത് അവർ ഉടമ്പടി അവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുകയാണ്. അതാണ് സംഭവം. ഡോക്ടർ പറഞ്ഞത് എന്താണ്? ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിയിട്ട് വരാൻ പറയും. ഇവർ ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുക. അവരൊരുങ്ങേണ്ട രീതി ഇതാണെന്നേ ഉള്ളൂ. അവർ പറയും, എൻ്റെ കടയിലൊക്കെ പാവപ്പെട്ടവർ വരും തുണിയൊക്കെ എടുക്കാൻ, അപ്പോൾ ഞാൻ തുണിയൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് സുന്ദരമായിട്ടാണ് ആ കാരുണ്യപ്രവൃത്തി ചെയ്യണത്, എന്ത് സുന്ദരമായിട്ടാണ് കാരുണ്യപ്രവൃത്തി ചെയ്യണത്.
ഉടമ്പടി ഒരു ജീവിതത്തെ അങ്ങോട്ട് മാറ്റുകയാണ്, മനുഷ്യ നന്മയ്ക്കായിട്ട് പ്രത്യേകം അഭിഷേകം ചെയ്യണം. കൈയിട്ടിച്ച് കർത്താൻ. അപ്പോൾ എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ഡോക്ടർ ചോദിച്ചും ഓപ്പറേഷൻ എല്ലാം റെഡി ആയിട്ടല്ലേ വന്നിരിക്കണത്. അപ്പോൾ അവർ പറയും ഞാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡോക്ടറെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എന്താണ്, ഞാൻ ആത്മീയമായിട്ടൊക്കെ ഒരുങ്ങി. എന്നിട്ട് ഡോക്ടർ പറയും എങ്കിലും ഡോക്ടർ ഒന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഡോക്ടർ ചോദിക്കും എന്നായി സ്കാൻ ചെയ്യണത്, നമ്മളെല്ലാം സ്കാൻ ചെയ്ത് കറക്റ്റാക്കിയതില്ലേ. അതല്ലേ ഡോക്ടർ, ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, അതാണ് വിഷയം. ഇത്രയും വിശ്വസിക്കാൻ കഴിയണം. ഞാനൊരു പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, അപ്പോൾ ദൈവം എന്നെ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പം സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടറിനത് മനസ്സിലാകും. അതുപോലെ ഡോക്ടർ അവരെ വിശ്വസിക്കും. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേ ഈ പറഞ്ഞ സിസ്റ്റ് കാണാനില്ല. ശ്രദ്ധിക്കട്ടെ. ഡോക്ടർ കുടൽ ചുരുങ്ങുമ്പോഴാണല്ലോ ഇതുപോലെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതിനും അതുപോലെ അകത്ത് സിസ്റ്റം, മാംസം, PCOD അങ്ങനെ പല വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുണ്ട്. അപ്പം ഇതൊക്കെയാണ് സിസ്റ്റർ എന്തൊക്കെ സ്കാനിൽ എന്തൊക്കെ കണ്ടിട്ടാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവർക്കറിയാം ആ ഉടമ്പടി തൈലം ഇവർ കൃത്യമായിട്ട് വയറ്റിൽ അപ്ലൈ ചെയ്യും, വിശ്വാസപ്രമാണം ചൊല്ലിയൊക്കെ. അപ്പോൾ വയറ്റിൽ നിന്നുള്ള എല്ലാ കെട്ടിക്കിടക്കണ മലവും മൂത്രമൊക്കെ പുറത്തു പോകും. അതങ്ങനെ രക്ഷപ്പെടണത്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം. എൻ്റെ മക്കളെ, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഒത്തിരി പേര് ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് ഉത്കണ്ഠയാണ് വരണത്. എനിക്ക് സന്തോഷത്തെക്കാൾ ഉപരി ഒരു ഉത്കണ്ഠയാണ് വരുന്നത്. എന്നുവെച്ചാൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. അതാ ചുമ്മാ ആൾക്കാരുടെ ഈ തിരക്ക് കാരണം ഓരോരുത്തരും സുഖപ്പെട്ടതും ഫേസ്ബുക്കിൽ അതുപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരു പരീക്ഷിക്കാൻ വേണ്ടി, എന്നാൽ പിന്നെ ഞാനായിട്ട് ഉടമ്പടി എടുക്കാതിരിക്കണത് എന്തിനാണ്, ഞാനും എടുത്തേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും പോകുന്നു. അതുകൊണ്ട് ഞാനും എടുക്കണമെന്ന രീതിയിൽ യാന്ത്രികമായിട്ട് എടുക്കണമെങ്കിൽ അവർ കുറച്ചുകൂടി ഈ സാധനം പഠിക്കണമെന്ന് എൻ്റെ ഒരു അപേക്ഷ. നിങ്ങൾ പഠിക്കണം. 2 തരത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും. പിന്നെ എന്ത് പഠിക്കാൻ പറ്റും? പിന്നെ സാക്ഷ്യം കേട്ടാൽ പഠിക്കാൻ പറ്റും. പിന്നെ ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ പഠിക്കാൻ പറ്റും. പവന്മാറ്റ 24 ക്യാരറ്റിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. ഈ അമിന സാക്ഷ്യങ്ങളൊക്കെ ഒരു 20-22 ക്യാരറ്റൊക്കെയാണത് സാക്ഷ്യം. പക്ഷേ 24ൻ്റെ തനി തങ്കം പിടിച്ച സാക്ഷ്യങ്ങളുണ്ട്. എന്താ കാര്യം? അത് ഈ ആഴ്ചയിൽ വന്ന സാക്ഷ്യങ്ങൾ ഒന്ന് സാക്ഷ്യം തനി തങ്കം മാറ്റാൻ. അതുവെച്ചാൽ അഗസ്റ്റിൻ്റെ സാക്ഷ്യമാണ്, വയനാട് നിന്ന്. അത് സാക്ഷ്യം കണ്ട ഈ മനുഷ്യന് ഉടമ്പടി എടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യൻ അറസ്റ്റിലായി, ജയിലിലായി അയാൾ. അപ്പോൾ നോക്കിയോ, ഉടമ്പടി എടുക്കണത് എന്തിനാണ്? എല്ലാത്തിനും രക്ഷപ്പെടാനല്ല നമ്മൾ ഉടമ്പടി എടുക്കണത്. പക്ഷേ ഉടമ്പടി എടുക്കുക ഈ മനുഷ്യൻ, പോലീസ് വന്ന് ഇയാളെ ആരോ കൊടുത്ത കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം പോലും കിട്ടാത്ത അറസ്റ്റാണ്. അയാൾ ജയിലിലായി. ജയിലിലാവുമ്പോൾ ഈ അഗസ്റ്റിൻ ചെയ്യണ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ തനി തങ്കം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രതീക്ഷയുടെ ഉടമ്പടിയുടെ റേഞ്ച് ഇപ്പം നമുക്ക് കറക്റ്റ് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണില്ല. കാര്യം സാക്ഷ്യങ്ങളുടെ നിലവാരം അങ്ങനെ പോകണം. അഗസ്റ്റിന് എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 3 സാധനം ഇയാളെ കൂടെ കൊണ്ടുപോകും ജയിലിൽ. എന്തൊക്കെയാണ്? ഉടമ്പടി കാശ് രൂപ, പിന്നെ എന്താണ് ഉടമ്പടി ബുക്ക്, പ്രാർത്ഥനാ ബുക്ക്, പിന്നെ എന്താണ് ഉടമ്പടി പത്രം. ഈ 3 കൊണ്ടാണ് ജയിലിൽ പോണത്. ഈ ജയിലിൽ പോകുമ്പോൾ സൂപ്രണ്ട് അവിടെ പിടിച്ചു വെക്കും. ഈ ഇതൊന്നും ജയിലിൽ കയറ്റാൻ പറ്റത്തില്ല, പത്തിയാണല്ലേ. അവസാനം ഇവിടം വരെ എത്തിയല്ല, അയാളെ കളിയാക്കും. നിങ്ങളുടെ പത്തി കൂടുതലാണല്ലേ, അങ്ങനെ ഇവിടെ എത്തിയെന്ന് വിളിച്ചു കളിയാക്കും. പത്തിക്കാരന് അവസാനം ജയിലിലാണല്ലോ എത്തിയിരിക്കണത്. പക്ഷേ അതൊന്നുമില്ല സാറേ, ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയും. അത് വേറെ ലെവലാണ്. കാര്യം അഗസ്റ്റിന് ഉള്ളിൽ പരിശുദ്ധാത്മ പറയുന്നുണ്ട്. അതാണ് പ്രശ്നം. നമുക്ക് അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ട് നമ്മൾ നല്ല ഓക്കെയാണ്, സിൻസിയർ ആണെങ്കിൽ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എല്ലാ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാലും, ഇപ്പം മണിപ്പൂരൊക്കെ ഇത്രയും വലിയ വംശഹത്യ നടക്കുമ്പോഴും അവിടെ എന്തുകൊണ്ടാണ് ഒത്തിരി പേര് സർവൈവ് ചെയ്യുന്നത്? ഇപ്പോഴും അവർ ആ കുഞ്ഞുങ്ങളെ ഒരു ഹല്ലേലൂയ പാടുന്നില്ലേ? 144 ശവപ്പെട്ടിയാണ് നിരത്തി വെച്ചിരിക്കുന്നത് മണിപ്പൂരിലെ. ഈ ജനാധിപത്യ രാജ്യം ഇത് കാണണം, ലോകം ഇത് കാണുന്നുണ്ട്. എങ്ങനെയൊക്കെ നമ്മൾ ജനാധിപത്യത്തെ വെള്ളപ്പൂശാൻ നോക്കിയാലും ലോകം ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാലം ഇങ്ങനെ ജനാധിപത്യമാണെന്നും പറഞ്ഞ് നമുക്കിതുപോലെ തുടരാൻ പറ്റത്തില്ലെന്നുള്ള ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഇത് അതിനേക്കാൾ വലിയ കാഴ്ച
അവശേഷിക്കുന്നവൻ്റെ ആത്മധൈര്യത്തോടെ അവൻ പാടുന്ന ഹല്ലേലൂയ ഗീതങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ ഈ അഗസ്ത്യന് സൂപ്രണ്ട് കൃപാസനം പത്രം കൊടുക്കത്തില്ല, കാശ്ചര്യം കൊടുക്കത്തില്ല, അതുപോലെ തന്നെ പാത്രാപുസ്തകം കൊടുക്കത്തില്ല. അയാൾ വിലങ്ങ് വെക്കപ്പെട്ടവനായിട്ട് ജയിലിലിട്ട് തള്ളും. ജയിലിൽ തള്ളുമ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എല്ലാ സമയത്തും അറിയാവുന്ന ഉടമ്പടി പ്രാർത്ഥന ജപമാല മനസ്സിലുണ്ട്, അതുകൊണ്ട് ജപമാല പ്രാർത്ഥിക്കും. അപ്പോൾ കുറേ ഒരു ക്രിസ്ത്യൻ തടവുകാരനുണ്ട്, ബാക്കിയെല്ലാം മുസ്ലിംസാണ് ഈ ജയിലിൽ. അപ്പോൾ ഇവരോട് ഇവൻ ക്രിസ്ത്യൻ തടവുകാരനോട് പറയും, നിനക്ക് ജപമാല അറിയാവോ? അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ നിനക്ക് പഠിപ്പിക്കാം. ജയിലിലാണേ, ഉടമ്പടി എടുത്തത് വേറെ വിഷയമാണ്. കർത്താവിനെ വിളിച്ചിരിക്കുന്ന ജയിലിൽ വചനപ്രഘോഷണത്തിലാണ്. ഇതാ വിഷയം. അതവനത് മനസ്സിലാകുന്നുണ്ടത്. അതുകൊണ്ട് ജയിലിൽ ചെന്നിട്ട് സഹ തടവുകാരെ ജപമാല പഠിപ്പിക്കുകയാണ്. എന്നാ വിശ്വാസമാണ്? എനിക്ക് ഉടമ്പടി എടുത്ത് 90 ദിവസമായി, എന്നിട്ട് മകളെ പറ്റില്ലെന്നും പറഞ്ഞ് നടക്കുന്ന അമ്മമാരില്ലേ, ഇത് കേൾക്കണം. എന്നിട്ട് മോന്തം കയറ്റി നടക്കണവരില്ലേ, ഈ സാക്ഷ്യം കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സാക്ഷ്യം. നിങ്ങൾ നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടമ്പെടുക്കുകയാണ്. ദൈവത്തിനെ നിങ്ങൾ മാർജിനലൈസ് ചെയ്യുന്നു. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ജന്മത്തെ കാര്യം നടക്കത്തില്ല. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ അഗസ്ത്യൻ ഒരു പ്രാർത്ഥന കർത്താവിനോട്, ഉടമ്പടി ഇല്ലാത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയാണ്. നിന്നെ വിളിച്ചപേക്ഷിച്ചതിനാണ് എന്നെ ആക്ഷേപിച്ചത്. എന്നെ ആക്ഷേപിച്ചതിൻ്റെ സൂപ്രണ്ടിൻ്റെ മുമ്പിൽ കൂടി നീ ആരാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം. അതാണ് അവൻ്റെ പ്രാർത്ഥന. അപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവനാമം മഹത്വപ്പെടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ല? എൻ്റെ പിന്നിൽ എന്താണ്? അതൊരു പ്രതികാരമൊന്നുമല്ല. ദൈവനാമം മഹത്വപ്പെടണം. എൻ്റെ ദൈവവേദലേ, ഈ അടയാളങ്ങൾ പോലും എന്തിനുള്ളതാണ്? നിങ്ങൾക്ക് ഉടമ്പടിയുടെ ഏറ്റവും ഷോർട്ട് കട്ട് എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവനാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവനാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ പ്രാർത്ഥന ദൈവം ഏറ്റെടുത്താൽ ആ സെക്കൻഡിന് മിന്നൽ പോലെ അടയാളം വരും. അതറിയണമെങ്കിൽ നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം 2:11 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 2:11. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. എൻ്റെ മക്കളെ, ഇതിൻ്റെ അകത്ത് അടയാളവും ദൈവത്തിൻ്റെ മഹത്വവും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾ അടയാളം കാണിക്കണമെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ടത് കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നാണ്. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അങ്ങേ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 17:1. യോഹന്നാൻ 17:1. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അതെ, പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് ചോദിച്ചാൽ സുവിശേഷ ഭാഷയിൽ അടയാളങ്ങൾ കാണിക്കണമേ എന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? കാര്യം മഹത്വവും അടയാളവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവം മഹത്വപ്പെട്ട ഉടനെ അടയാളം കണ്ടിരിക്കും. അപ്പോൾ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ്? ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ്? അടയാളങ്ങൾ കാണിക്കണമേ. അതിൻ്റെ കാര്യം യേശു മഹത്വപ്പെടുന്നത് അടയാളങ്ങൾ കാണിച്ചുകൊണ്ടാണ്. അതാണ് യോഹന്നാൻ 2:11 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽക്ക് മുമ്പ് ദൈവം നിങ്ങൾ വഴി മഹത്വപ്പെട്ടിരിക്കുന്നുവെന്നാണ്. നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒത്തിരി ഹോം വർക്കുകൾ ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിലുള്ള അത്രയും ഹോം വർക്കുകൾ, ഗൃഹപാഠങ്ങൾ വേറെ ഒരു പ്രാർത്ഥനാ പദ്ധതി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ. സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെയും ചെയ്യണം. നിങ്ങൾക്ക് ചിലക്ക് പറ്റുന്ന അബദ്ധം സാങ്കേതികമായിട്ട് ചെയ്യണം, സ്നേഹത്തോടെയല്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റോങ് വിത്ത് യു. അതായത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, പക്ഷെ അത് ടെക്നിക്കലായിട്ട് ചെയ്യുന്നു. ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏറ്റതുകൊണ്ട് സാങ്കേതികമായി ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യത്തില്ല.
ഇതെല്ലാം ദൈവസ്നേഹത്തോടെ ചെയ്യണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, സാങ്കേതികമായി ചെയ്യാതെ സത്യസന്ധമായ ദൈവസ്നേഹത്തോടെ എന്റെ ഉടമ്പടി ഗൃഹപാഠങ്ങൾ ചെയ്യാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. മക്കളെ, ഈ അടയാളം കാണിക്കുന്നതും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും ദൈവമഹത്വവും സാത്താൻ്റെ ഇരിപ്പിടം തകർന്നു പോകുന്നതും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരേ പ്രബന്ധത്തിൻ്റെ 3 അനുഭവങ്ങളാണ് അടയാളം കാണിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ എന്താ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്യുമ്പോൾ പറയണത് ഞങ്ങൾക്ക് ജോലി കിട്ടി, വീട് കിട്ടി, അതുപോലെ രോഗങ്ങളും മാറി എന്നൊക്കെയാണ് പറയണത്. പക്ഷേ എന്താ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അടയാളമാണ്. അടയാളത്തിൽ ലക്ഷ്യം എന്താണ്? അടയാളം സംഭവിക്കുന്നത് എപ്പോഴും യേശുവിൻ്റെ നാമത്തിലാണ്. അടയാളം അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 10:17 ലുക്കാന്റെ സുവിശേഷം. ലുക്ക 10:17. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പം തിന്മയുടെ ശക്തികളെ ക്രിസ്തുനാമത്തിന് കീഴ്പ്പെടുമ്പോഴാണ് അടയാളങ്ങൾ കണ്ടു തുടങ്ങുന്നത്. തരിമിസ് നിങ്ങൾക്കൊരു അത്ഭുതം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിലുള്ള തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെട്ടെന്നാണ്. ഇത് വളരെ സീരിയസ് വിഷയമാണ്. നിങ്ങൾക്കൊരു അടയാളം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളിലുള്ള പല തിന്മയുടെ ശക്തികളും ഈ സുവിശേഷ വഴികളിൽ നിങ്ങൾ പുറത്താക്കി. തിന്മയുടെ ശക്തികൾ പുറന്തള്ളപ്പെട്ടാൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങും. ഇത് തമ്മിൽ അതാണ് ഞാൻ പറയുന്നത്, ഒരേ പ്രവർത്തനമാണ്, 3 ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് അടയാളം, അത്ഭുതം, അതേസമയം തന്നെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം, അതേസമയം തന്നെ തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുക്കുമ്പോൾ തിന്മയുടെ ശക്തിയെ അഡ്രസ്സ് ചെയ്യാൻ നോക്കണം. തിന്മയുടെ ശക്തി പുറത്തായാൽ അപ്പം തന്നെ ദൈവനാമം മഹത്വപ്പെടും, അപ്പം തന്നെ അടയാളം കണ്ടു തുടങ്ങും. അത്ഭുതങ്ങളും ഇതും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ, തിന്മയുടെ ശക്തികളെ അങ്ങ് പുറത്താക്കണമേ. അപ്പം നമ്മളിൽ തന്നെ എന്തുമാത്രം തിന്മയുടെ ശക്തി ഉണ്ടാവും? എന്തുമാത്രം തിന്മകളുടെ അതേ സ്നേഹത്തിനെതിരായ എല്ലാ ശക്തികളും തിന്മയുടെ ശക്തികളാണ്. സ്നേഹത്തിനെതിരായ എല്ലാ ശക്തികളും തിന്മകളുടെ ശക്തികളാണ്. ഇത് പുറന്തള്ളേണ്ടതാണ്. നമുക്കറിയാം, ഛർദി എന്ന് പറഞ്ഞ സാധനം എന്താണ്? അത് പുറന്തള്ളേണ്ടതാണ്. അത് ഫോറിൻ മാറ്ററാണ്. ആത്മീയ മനുഷ്യനെന്ന് ബൈബിൾ പറയും. ആത്മീയ മനുഷ്യൻ എപ്പോഴും തിന്മയുടെ ശക്തിയെ പുറന്തള്ളുന്നതനുസരിച്ച് കൊണ്ടാണ് ഇവൻ ആത്മീയ മനുഷ്യനായിട്ട് വളരണത്. അല്ലെങ്കിൽ ഇവൻ ജഡിക മനുഷ്യനായിട്ട് നിലനിൽക്കും. ആത്മീയ മനുഷ്യനെക്കുറിച്ച് സെന്റ് പോൾ പറയുന്നുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 1 കൊറിന്തോസ് 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടത് ഇതാണ്. ഒരേ സമയം, അതായത് അടയാളങ്ങൾ കാണുമ്പോഴാണ്, അടയാളങ്ങളാണ് അവസാനം കാണുന്നത്. അതൊക്കെ മുമ്പ് സംഭവിക്കണത് എന്താണ്? ദൈവനാമം മഹത്വപ്പെട്ടിരിക്കും. അതൊക്കെ മുമ്പ് സംഭവിക്കണത് എന്താണ്? തിന്മ പുറന്തള്ളപ്പെട്ടിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. പ്രൈസ് ലോർഡ്. അതായത് ഇതിനു മുമ്പ് സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത് 12:31 യോഹന്നാൻ്റെ സുവിശേഷം 12:31. അതിന് മുമ്പ് ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ നേരത്തെ 12:27 എടുത്തേ. 12:27. യോഹന്നാൻ 12:27. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു.
ഞാൻ എന്ത് പറയേണ്ടു? ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അതായത് സാത്താനെ പുറന്തള്ളുന്ന ആത്യന്തിക നടപടിയായ പാപത്തിന് പരിഹാരം ചെയ്യുന്ന കുരിശുമരണമെന്ന ഈ മണിക്കൂറിനെ കുറിച്ച് ഞാൻ കർത്താവ് പറയണത്. ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ വന്നത്. അടുത്ത വാക്ക് എന്താ? 12:28. പിതാവേ, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കൈ ഇടിച്ച് കർത്താവ്. അതായത് ഇവിടെ കുറേ പ്രതീകങ്ങൾ വരുന്നുണ്ട്. ഈ തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അത് ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഇടിമിന്നൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇടിമിന്നലിനെ കുറിച്ച് ഉടനെ പറയും ഈശോ. അതറിയണമെങ്കിൽ അപ്പോസ്തലന്മാർ വന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. അതായത് യോഹന്നാൻ 12:29 ശ്രുതികളുടെ ഹല്ലേലൂയ. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. ഏത് കേട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ പിതാവിൻ്റെ സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി മഹത്വപ്പെടുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? തിന്മയുടെ ശക്തിമേലെ നിനക്ക് അധികാരം കൊടുക്കുകയാണ്. അതായത് നീ ബലിയർപ്പിച്ചാൽ, നീ പാപത്തിന് പരിഹാരം ചെയ്താൽ, നീ കുരിശിൽ മരിച്ചാൽ, ഈ കുരിശ് മരണം ഞാൻ ഏറ്റെടുത്തിട്ട് അത് പരിഹാരമായി സ്വീകരിച്ചിട്ട് ലോകത്തിൽ നിന്ന് പാപത്തിൻ്റെ മേലെ അധികാരം നൽകിക്കൊണ്ട് സാത്താനെ ഞാൻ പുറന്തള്ളും. ശ്രദ്ധിക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് വരെ കേട്ട ടൈം ഷോർട്ടനിങ്ങിനേക്കാളും, നമ്മൾ ഇന്ന് വരെ കേട്ട ലൈറ്റ് വെയ്റ്റിങ്ങിനേക്കാളും അതിൻ്റെ മദർ ഗ്രേസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിനൊക്കെ കാരണമാക്കുന്ന കാരണങ്ങളുണ്ട്. എന്താണ്? 3 പ്രോസസ്സാണ്. ഒരേ സമയം തന്നെ അടയാളം കാണിക്കണത് മുമ്പ് എന്താ സംഭവിക്കേണ്ടത്? ദൈവനാമം മഹത്വപ്പെട്ടിരണം. ദൈവനാമം മഹത്വപ്പെടുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടണം. അപ്പോഴേ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും എന്നാണോ നിൻ്റെ ജീവിതത്തിൽ നിന്ന്, നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തിന്മയുടെ ശക്തികൾ ഓരോന്നായി മാറ്റപ്പെടുന്നുവോ, പുറന്തള്ളപ്പെടുന്നുവോ, അന്നെല്ലാം ദൈവത്തിൽ നാം മഹത്വപ്പെടുകയും അതെല്ലാം അടയാളം കാണുകയും ചെയ്യും. അങ്ങനെയാണ് ടൈം ഷോർട്ട് ചെയ്യണത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഈശോയുടെ പ്രാർത്ഥന എന്താ? മർമ്മത്ത് കൊള്ളണ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? മർമ്മത്ത് കൊള്ളണം. നാം മർമ്മത്ത് കൊള്ളണില്ലല്ല, അവിടെ ഇവിടെ അടിക്കല്ലേ. മർമ്മത്ത് കൊള്ളണ പ്രാർത്ഥന എന്താ ഈശോ പ്രാർത്ഥിച്ചിരിക്കണം നോക്കിയേ എന്ന് നമ്മൾ കണ്ടതല്ലേ? പിതാവേ, 28 എടുത്ത് 12:28 യോഹന്നാൻ. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. വെരി സിമ്പിൾ. ഈ സാധനത്തിന് എലാബറേറ്റ് ഫോമാണ് സ്വർഗസ്ഥനായ പിതാവ്. മനസ്സിലായില്ലേ? ഇത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തേ ഉള്ളൂ സംഭവം. ഈ സംഭവത്തിൻ്റെ എലാബറേറ്റ് ഫോമാണ് അവർ ഫാദർ ഇൻ ഹെവൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആ സാധനത്തെ എലാബറേറ്റ് ഫോം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതൊരു ഭൂതോച്ചാടന, തിന്മയുടെ ശക്തികളെ ആട്ടിപ്പുറത്താക്കുന്ന, വ്യക്തിയെ വിശുദ്ധീകരിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അടയാളം കാണിക്കുന്ന പ്രാർത്ഥനയാണ്. കൈയിട്ടിച്ച് കർത്താവ്. അതിൻ്റെ പരിണിത ഫലം എന്താണ്? ഈ തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ, സാത്താൻ പുറന്തള്ളപ്പെടുമ്പോൾ, ദൈവം മഹത്വപ്പെടുമ്പോൾ, തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ, ദൈവം മഹത്വപ്പെടുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണ്? അതാണ് യോഹന്നാന്റെ സുവിശേഷം 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇത് വല്ലാത്തൊരു പറച്ചിലാണ്. കർത്താവ് പണ്ട് പറഞ്ഞിട്ടുണ്ട് 14:17. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ, പറഞ്ഞ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. ഏത് ലോകത്തിന്? ആഫ്രിക്കയ്ക്ക്, അമേരിക്കയ്ക്ക്? അതൊന്നുമല്ല, നമ്മളിലുള്ള ലോകാരൂപിക്ക്. മനസ്സിലായില്ലേ?
8:14 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:14. 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം പറഞ്ഞ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ക്ലിയർ ആയല്ലേ? എന്താ പറഞ്ഞിരിക്കണ വചനം? ദൈവാത്മനാ പറഞ്ഞേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. പക്ഷേ ലോകാത്മാവിനാൽ നയിക്കപ്പെട്ടാലാ നമ്മൾ ലോകത്തിന്റെ പുത്രന്മാരാകും. നമ്മൾ ലോകത്തിന്റെ ആത്മാവിനാലാണ് നയിക്കപ്പെടുമെന്ന് വിചാരിച്ചോ, അപ്പോൾ ആരായി നമ്മൾ മാറും? നമ്മൾ ലോകത്തിന്റെ പുത്രന്മാരാകും. അത് ഷാഡോ വേർഡ് തിരിച്ചിടുമ്പോൾ അങ്ങനെയാണ് വരണത്. ലോകത്തിന്റെ പുത്രന്മാരാണ്. ആരാണ് ഈ ലോകത്തിന്റെ പുത്രന്മാരിൽ നിന്ന്? ഈ ലോകം പുറന്തള്ളപ്പെടണം. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുമ്പോൾ ലോകത്തിൻ്റെ അധികാരം നമ്മളിൽ നിന്ന് പുറന്തള്ളപ്പെടണം. ലോകത്തിൻ്റെ അധികാരി, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ലോകത്തിൻ്റെ അധികാരിയെക്കുറിച്ച് പറയാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് പറയുന്ന ഉദാഹരണമാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ 3 മക്കൾ, ക്ലിയർ അല്ലേ? 3 മക്കൾ. അപ്പം അതിനകത്ത് മൂത്ത മകൻ താമസിക്കുന്ന, അവൻ കല്യാണം കഴിച്ചു. അപ്പോൾ അപ്പനോട് പറഞ്ഞ് എനിക്ക് 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പനോട് പറഞ്ഞ് എനിക്ക് വീട് വെക്കാൻ സ്ഥലം തന്നെ 3 സെൻറ്റ് സ്ഥലം. അപ്പോൾ 3 സെൻറ്റ് സ്ഥലത്തിന് അവൻ ഓഹരി അവകാശമുള്ളതാണ്. പക്ഷേ അപ്പം പറഞ്ഞ് ഇളയവളെ കെട്ടിക്കാനില്ലേ, 3 മക്കളില്ലേ, അനിയനുണ്ട്, ഇനി ഇളയവളെ കെട്ടിക്കാനുണ്ട്. അപ്പോൾ ഇളയവളെ കല്യാണം കഴിഞ്ഞ് നിനക്ക് തരാമെന്ന് പറയാം. അപ്പോൾ ഇപ്പം പോയി ചിറ്റപ്പന്മാരെ കണ്ട് വട്ടിസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ചിറ്റപ്പന്മാർക്കും എല്ലാവർക്കും കള്ളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ സെറ്റാക്കിയിട്ട് അവർ ചിറ്റപ്പന്മാർ വന്ന് പറയും, ചേട്ടനോട് പറയും, ചേട്ടാ എന്താ പരിപാടിയാണ്, അവന് ലോൺ കിട്ടണ്ടേ, അവന് സാലറി സർട്ടിഫിക്കറ്റ്, ഇപ്പം അവൻ പഠിച്ച് ജോലി വാങ്ങിച്ചു, ഇനി അവന് ഒരു സാലറി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവന് ലോൺ കിട്ടണ്ടേ. അപ്പോൾ ലോൺ കിട്ടണമെങ്കിൽ അവൻ്റെ പേര് സ്ഥലം വേണ്ടേ, ചേട്ടൻ കണ്ട് എഴുതി കൊടുക്കാൻ പറയും. അപ്പോൾ എല്ലാവരും വളഞ്ഞു വെച്ച് ഈ മനുഷ്യനെ ആക്രമിക്കണ കാരണം അത് എഴുതി കൊടുത്തു. എത്ര സെൻറ്റ് കൊടുത്ത്? 3 സെൻറ്റ് കൊടുത്തു. ക്ലിയർ, കുഴപ്പമില്ല. അപ്പോൾ അവന് തറക്കല്ലിട്ട് പെര വെച്ചു കഴിഞ്ഞപ്പോൾ ആ 3 സെൻറ്റിൻ്റെ അരികിൽ അവൻ പെര വെച്ചു. വല്ല കുഴപ്പമുണ്ടോ അതിൻ്റെ അകത്ത്? ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ പന്നി പുറത്തോട്ടിറങ്ങാൻ എങ്ങോട്ടോ ഇറങ്ങും? അവനെ 3 സെൻറ്റ് അരികിലാണ്. അവന് ബാക്കി സ്ഥലം ബാക്കിലിട്ടിരിക്കുകയാണ്. അവന് കഴുകാനും എടുക്കാനും മറ്റ് സംഭവത്തിന്. ഇവൻ്റെ ഈ സ്ഥലം എവിടെ വന്നിരിക്കണത്? ഈ 3 സെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അതായത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ അരികിൽ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇവനെങ്ങോട്ട് പുറത്തോട്ടിറങ്ങും? ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ സ്ഥലം ആരെടുക്കുമോ? അനിയൻ്റെ സ്ഥലമാണത്. അതാരെടുക്കും? അത് ഇവൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കാതെ തന്നെ ഇവന് കിട്ടും. എന്താ കാര്യം? ഇവന് ഇറങ്ങാനുള്ള സ്ഥലമല്ലേ. അവന് മുളകുണക്കാനും മീനുണക്കാനും ഒക്കെ ഉള്ള സ്ഥലമായിട്ട് മാറ്റും. ആരുടെ സ്ഥലമാണത്? തന്ത്രപൂർവ്വം അനിയൻ്റെ സ്ഥലം അടിച്ചു മാറ്റിക്കണവൻ. അവന് വേണമെങ്കിൽ, അവന് മര്യാദ ഉണ്ടെങ്കിൽ അവന് ഇറക്കി വീട് വെക്കാം. അപ്പോൾ അനിയന് ആ സ്ഥലം വേറെ ഒരു വീട് വെക്കാൻ പറ്റും. അനിയനെ കൊണ്ട് അവന് വീട് വെപ്പിക്കാതിരിക്കാൻ വേണ്ടി അരിയിൽ കൊണ്ടുവന്ന് അനിയൻ്റെ സ്ഥലം എന്നാൽ കൈകേറിയിട്ടില്ല. പക്ഷേ അനിയനെ അവിടെ വീട് വെക്കാൻ പറ്റുമോ? വീട് വെക്കാൻ പറ്റത്തില്ല. ഇതുപോലെ അമുക്കിക്കളയും. ഇതിനാണ് ലോകാരൂപി എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഈ ലോകാരൂപി സഹോദര സ്നേഹമില്ലാത്ത, സഹോദരനെ വഞ്ചിക്കുന്ന, വീട്ടിൽ നിർത്തി തന്നെ അവനെ പൊളിക്കുന്ന സംഭവമില്ല, ജീവനോടെ പൊളിക്കുന്ന. ഈ പശു അറവക്കാർ ചെയ്യണത് ചത്ത് കഴിഞ്ഞാൽ പശുവിനെ പൊളിക്കത്തുള്ളൂ. ചില അറവക്കാർ വീട്ടിൽ നിർത്തി ജീവനോടെ അനിയന്മാരെ പൊളിക്കും, അല്ലെ ചേട്ടന്മാരെ പൊളിക്കും. ഇതിനാണ് ലോകാരൂപി എന്ന് പറയണത്. ഈ ലോകാരൂപിയെ പുറന്തല്ലാതെ നിൻ്റെ ഉടമ്പടി വേഗത്തില്ല. ദൈവപൈതലെ ശ്രദ്ധിക്കട്ടെ. ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നതാണ് സാത്താൻ. പെട്ടെന്ന് സാത്താൻ നിബന്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? സാത്താൻ അടുത്ത കൊല്ലം പോയാൽ മതിയെങ്കിൽ കുഴപ്പമില്ല. പെട്ടെന്ന് സാത്താനെ കളയണമെങ്കിൽ ഇടിമിന്നൽ പോലെ. ലൂക്കാന്റെ സുവിശേഷം 10:18. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 10:18. അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ സാത്താനെ വേണമെങ്കിൽ നാളെയും കളയാം, മറ്റന്നാളും കളയാം, അതുപോലെ തന്നെ അടുത്ത കൊല്ലവും കളയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കളഞ്ഞാൽ മതി. പക്ഷേ ഇടിമിന്നൽ പോലെ കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണ തിന്മകളെ പുറത്താക്കണത് അതിനൊരു സൂത്രപ്പണിയുണ്ട്. സാത്താനെ പെട്ടെന്ന് കളഞ്ഞ് പെട്ടെന്ന് ഉടമ്പടി അനുഭവമാക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട്. ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷണനേരം കൊണ്ടില്ല. ഇടിമിന്നൽ പെടയെന്ന് പറയും അല്ലേ? ആ സ്വരമല്ല പ്രശ്നം, അതിൻ്റെ സമയമാണ് പ്രശ്നം. ഇടിമിന്നൽ പോലെ
പ്രകാശത്തിനേക്കാൾ വേഗത്തിലാണ് ഈ സാധനം വരുന്നത്. അങ്ങനെ ഉടമ്പടി വേഗത്തിലാക്കണമെങ്കിൽ ഒരു സൂത്രപ്പണിയുണ്ട്. എന്താണെന്നറിയാവോ? നിങ്ങൾ ഏത് തിന്മകളാണ് നിങ്ങൾ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നത്? മദ്യപാനമോ മദ്യോത്സവമോ ആഭിചാരമോ വ്യഭിചാരമോ ഏത് തിന്മകളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ തിന്മകൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം. അതാണ് 10:17. ശ്രദ്ധിക്കട്ടെ, 10:17. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 72 പേരും 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. തിന്മകളെ നിങ്ങൾ പുറത്താക്കുമ്പോൾ ഓർക്കുക, അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്താൽ സാത്താൻ ഇടിമിന്നൽ പോലെ വീഴും, പെട്ടെന്ന് സ്പീഡാവും. നിങ്ങൾക്ക് വേണേ സഹോദരനല്ലേ, നമ്മുടെ സഹോദരനല്ലേ, നാളെയും കാണേണ്ടവരല്ലേ, നാട്ടുകാരല്ലേ, നാളെയും കാണേണ്ടവരല്ലേ എന്ന് പറയുമ്പോൾ അവൻ്റെ നാമത്തിലാവും. മനസ്സിലായില്ലേ? ഇതിനകത്ത് കളിയുണ്ട്, കളി പഠിക്കണം, അതിനെ പറ്റത്തില്ല. ഇപ്പോൾ സഹോദരനല്ലേ, നമ്മൾ ബന്ധുക്കാരാകാൻ പോവുകയില്ലേ? ഇപ്പോൾ അവൻ്റെ പെങ്ങളെ കെട്ടാൻ പോവുകയാണ്, നമ്മൾ ബന്ധുക്കാരാകാൻ പോണതല്ലേ, അതുകൊണ്ട് നമുക്ക് ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ നാമത്തിലാവും. മനസ്സിലായ? അതാണ് പ്രശ്നം. നിങ്ങളത് ക്രിസ്തുവിൻ്റെ എന്ത് നന്മ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ നന്മക്കൂടെ കുറവുണ്ടായത് കൊണ്ടല്ല ക്രിസ്തുവിന് ക്രൂശിക്കപ്പെടേണ്ടി വന്നത്. ഈ ക്രിസ്തുവിന് മുമ്പ് എന്തുമാത്രം നല്ല മനുഷ്യരുണ്ടായിരുന്നു ഇവിടെ. അപ്പം നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? നോ, ക്രിസ്തുവിന് മുമ്പല്ലേ നമ്മുടെ ശിബി രാജാവ് എത്ര മിടുക്കനായിരുന്നു അല്ലേ? ആ കഴുകന് വേണ്ടി അദ്ദേഹത്തിന് തൊടയില മാംസമാണ് കൊടുക്കണത്. അത്രയും നല്ല മനുഷ്യർ ഇന്ത്യയിൽ ജീവിച്ചിരുന്നതാണ്. അത്രയും വലിയ രാജ്യത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയണത്. അപ്പം നല്ല മനുഷ്യർക്ക് കുറവൊന്നുമില്ല. ക്രിസ്തുവിന് മുമ്പല്ലേ സോക്രട്ടീസ് ജീവിച്ചിരുന്നത്. സോക്രട്ടീസ് എന്താ കുഴപ്പമുണ്ടായത്? മതം ഏതായാലും മനുഷ്യൻ നല്ലതായത് മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് അത് ആപ്ലിക്കബിൾ അല്ല. കാര്യം ഇവിടെ നല്ല മനുഷ്യർ ഇല്ലാഞ്ഞിട്ടല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഞാനും നീയും പാപിയായതുകൊണ്ടും നിത്യജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടും പാപത്തിന് പരിഹാരം ചെയ്യാൻ അവന് മാത്രം അധികാരമുള്ളത് കൊണ്ടും അത് ആ അവകാശത്തിൽ അവനത് പരിഹാരം ചെയ്തപ്പോൾ ആ പരിഹാരത്തെ ദൈവം സ്വീകരിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ്റെ ഉയർപ്പിൽ പങ്കാളിത്തം നമുക്ക് ലഭിക്കുമ്പോൾ, അവൻ വിശ്വസിക്കുമ്പോൾ നമുക്ക് പങ്കാളിത്തം ലഭിക്കുമ്പോൾ, അവൻ ഉയർപ്പിൽ പങ്കാളിത്തം ലഭിക്കുമ്പോൾ നമ്മൾ നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെങ്കിൽ എൻ്റെ ദൈവ പൈതൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തിന്മകളെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം തന്നെയാണ് സത്താനെ പുറന്തള്ളുന്ന വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് തിന്മകളിൽ നിന്ന് നന്മകളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലാണ്. ദിസ് വേണ്ടി പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവർ, നെയ്യപ്പം തിന്നാൽ അതുപോലെ തന്നെയാണ് ഈ തിന്മകളുടെ ശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറന്തള്ളുമ്പോൾ ആരുടെ നാമത്തിൽ? ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോൾ എന്നാ സംഭവിക്കും? ദൈവം മഹത്വപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അടയാളം കിട്ടും. പക്ഷേ അടയാളം കിട്ടണ ഒരു കാര്യമല്ല, 2 കാര്യം കൊണ്ട് നടക്കുക. എന്താ സംഭവിക്കണത്? നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ പേരുകൾ. അതായത് 10:20 ലൂക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും. ഇവിടെ ഇതിൻ്റെ ഒരു എക്വേഷൻ എന്താണ്? ഓരോ അടയാളങ്ങൾ ലഭിക്കുമ്പോഴും അതിനർത്ഥം എന്താണ്? ഓരോ സമയം ദൈവം മഹത്വപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഓരോ മഹത്വം പ്രാപിക്കുമ്പോഴും ഓരോ തിന്മകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിന്തള്ളപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഓരോ തിന്മകൾ പിന്തള്ളപ്പെടുകയും ഓരോ സമയം ദൈവം മഹത്വപ്പെടുകയും ഓരോ അടയാളം കാണിക്കുകയും ചെയ്യുമ്പോൾ അടയാളം മാത്രമല്ല കാണിക്കുന്നത്, നിങ്ങളുടെ പേരുകളെ സ്വർഗത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കൈയടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് ലോകത്തിൻ്റെ മേലുള്ള വിജയമെന്ന് പറയണത്. അത് എങ്ങനെ കിട്ടണത്? വിശ്വാസത്തിൻ്റെ സാധ്യതയാണ്. അതാണ് 1 യോഹന്നാൻ 5:7.
എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ വിശ്വാസം മൂലമാണ് നമ്മളെ ക്രിസ്തു നേടിയെടുത്ത കൃപയിൽ പങ്കാളിയാകുന്നത്. ക്രിസ്തു നേടിയെടുത്ത കൃപയിൽ പങ്കാളിയാകുമ്പോഴാണ് നമ്മൾക്ക് അടയാളം ലഭിക്കുന്നത്. അടയാളം ലഭിക്കുന്നവർ സംഭവിക്കുന്നത് എന്താണ്? അവർ ലോകത്തിൻ്റെ മേൽ വിജയം കൈവരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ ആത്മശക്തിയും അതേസമയം തന്നെ അടയാളവും നമുക്ക് ലഭിക്കുകയാണ് ഉടമ്പടിയിലൂടെ. അതായത് ഈ ലെവലിലായിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അഗസ്റ്റിൻ്റെ കാര്യം എടുക്കാം. അഗസ്റ്റിന് എന്താ സംഭവിച്ചിരിക്കണത്? അഗസ്റ്റ് 3 ദിവസം പ്രാർത്ഥിച്ചത് എന്താണ്? കർത്താവിനോട് പ്രാർത്ഥിച്ചത് എന്താ? കർത്താവേ, ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകും, സമയത്തിന് മുമ്പ് ഇറങ്ങിപ്പോകും. കാര്യം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, നിനക്ക് ജാമ്യക്കാരും ഇല്ലെങ്കിലും, നിനക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണ് നീ കിടക്കണം, നിൻ്റെ കേസ് അങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കുമെന്ന് അഗസ്റ്റിനോട് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അഗസ്റ്റിൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവേ, നിൻ്റെ ഭക്തിപ്രസ്ഥാനമാണല്ല നിന്നെ ഇവിടെ എത്തിച്ചതെന്ന് എന്നെ ആക്ഷേപിച്ചവൻ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ജയിലിൻ്റെ വാതിക്കൽ ഉണ്ടാകണം, അവൻ എന്നെ കാണണം, അങ്ങനെ നിന്റെ നാമം മഹത്വപ്പെടണമെന്ന് കൈ ഇട്ടിച്ച് കർത്താവ്. ഇത് പ്രാർത്ഥിച്ച് തീരുമ്പോൾ ഒരു സംഭവം നടക്കും. ഈ ജയിലിൽ 3-ാം ദിവസം എന്താ സംഭവിച്ചതെന്നറിയാവോ? ഈ ജയിൽ വാർഡനെ അവിടുന്ന് ആ വാർഡിൽ നിന്ന് മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗസ്റ്റിനെ വേറെ ഒരു ജയിലിൻ്റെ വാർഡിലേക്ക് കൊണ്ടുപോകും. ട്രാൻസ്ഫർ കിട്ടും, ജയിലിൽ ട്രാൻസ്ഫർ. നിങ്ങളവർക്കും പ്രാർത്ഥിക്കുമ്പോൾ ജയിലിൽ ട്രാൻസ്ഫർ കിട്ടും എന്ത് കാണിക്കാനാണ്? ജയിലിൽ നിന്ന് വേറൊരു ജയിലിലേക്ക്. പക്ഷേ അവിടെ എന്നാ പറ്റുമെന്ന് വെച്ചാൽ അഗസ്റ്റിനെ അറിയുന്ന സ്നേഹം കാണിക്കുന്നൊരു വാർഡനെ കിട്ടും. അപ്പോൾ വാർഡനോട് ഇവൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം, മറ്റേ സൂപ്രണ്ട് എൻ്റെ ഉടമ്പടി കാശുരം പിടിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ സൂപ്രണ്ട് എൻ്റെ ഉടമ്പടി കൃപാസനം പത്രം മേടിച്ച് വെച്ചിട്ടുണ്ട്. മറ്റേ സൂപ്രണ്ട് എൻ്റെ പ്രാർത്ഥന മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ തന്നാൽ ഞാനിവിടെ ഓക്കെയാണെന്ന് പറയും. എന്താ കാര്യം? പ്രാർത്ഥനാ പുസ്തകം കിട്ടിയാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പിന്നെ ഇവൻ്റെ ജയിലൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ മക്കളെ, ഇത് വേറെ ഒരു ലെവലാണ് ഈ സംഭവം. ഉടനെ ഈ സൂപ്രണ്ട് പോയി ആ പ്രാർത്ഥനാ പുസ്തകവും കൃപാസനം പത്രവും ഉടമ്പടി കാശുരവും കൊണ്ടുവന്ന് ഇവന് കൊടുക്കും. ഇവൻ ഉടനെ ഇവൻ്റെ സഹതടവുകാരുടെ കൂടെ ഈ സംഭവം പ്രാർത്ഥിക്കുകയും ഈ കൃപാസനം പത്രം വായിച്ച് ഇവരെ വിശദീകരിക്കണതാണ് പുള്ളിയുടെ പരിപാടി. അന്നത് മുഴുവൻ ഇവൻ്റെ കൂടെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസ്ലിംസിനാണ്, ഒരു ക്രിസ്ത്യാനിയും കൂടിയുണ്ട്. ഇവർക്കെല്ലാം കൃപാസനം പത്രം വായിച്ച് കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇവൻ്റെ പരിപാടി. വേറെ ഒരു ആകുലതയും ഇല്ല. ബാക്കിയുള്ള ആകുലതയൊക്കെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഒരു പ്രശ്നവും പുള്ളിക്കില്ല. പക്ഷേ ഇത് കൊടുത്ത് ഇതുമായിട്ട് ജീവിക്കുമ്പോൾ അവർക്കറിയാം കാര്യം. ഈ അവിടെ എല്ലാം എല്ലാ ജയിലറയിലും മറ്റേ ക്യാമറ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൻ രാത്രി 2 മണിക്കൊക്കെ മുട്ടയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ജയിലിൻ്റെ അകത്ത്. എനിക്ക് ജയിലിൻ്റെ പുറത്തായിരുന്നപ്പോഴേ ഉപവാസിക്കാനൊന്നും അധികം പറ്റിയിട്ടില്ല. ഇപ്പം നല്ല സമയമാണ് എനിക്ക് തോന്നിയെന്ന്. ജയിലില്ലേ ഇപ്പോൾ ഉപവസിക്കാന്നല്ല. അപ്പോൾ ചോറും കൊണ്ട് വരുമ്പോൾ പറയും, സാറേ എനിക്കിന്ന് ഉപവാസമാണെന്ന് പറയും. ഒരാൾ വിശ്വാസം ജീവിക്കുന്ന രീതി കണ്ടില്ലേ? ഒരാൾ വിശ്വാസം ജീവിക്കുന്ന രീതിയാണ് എനിക്ക്. അപ്പോൾ ആ മനുഷ്യനോട് ഉപവസിക്കുകയാണ്, ജയിലിൽ ഉപവസിക്കുകയാണ്. ഉപവസിച്ച് ഒരു ദിവസം അപ്പോഴേ അങ്ങനെ പുള്ളി പ്രാർത്ഥിച്ചും കൃപാസനം പത്രം പങ്കുവെച്ചും അങ്ങനെ ജീവിക്കാൻ അതിനകത്ത്. പെട്ടെന്ന് അഗസ്റ്റിനോട് പറഞ്ഞു, നീ 7 to 10 ഡേറ്റിൽ നീ ഇറങ്ങിപ്പോകും. ആര്? ആത്മാവ് പറയുകയാണ്. ആത്മാവിനോട് പറയുകയാണ് 7 to 10 ജൂലൈ, ഈ മാസം ജൂലൈ 7-നും 10-നും ഇടയ്ക്ക് നീ ഇറങ്ങിപ്പോകും. അപ്പോൾ അഗസ്റ്റിന് ഒരു വാക്ക് പറഞ്ഞ്, ഞാൻ ഇറങ്ങിപ്പോകണമൊക്കെ ശരി, എനിക്ക് 2:30 ഇറങ്ങണം, അമ്മയെ പ്രത്യക്ഷപ്പെട്ട 2:30 ഈ മനുഷ്യൻ്റെ തലയിൽ പോയിരിക്കുന്ന സംഭവം കണ്ടില്ലേ? അപ്പം നീ 7-നും 10-നും ഇടയ്ക്ക്, ജൂലൈ 7-ാം തീയതിയും 10-ാം തീയതിക്ക് ഇടയ്ക്ക് നീ ഇറങ്ങിപ്പോകുന്ന പരിശുദ്ധാത്മാവ് അറിവ് കൊടുക്കുമ്പോൾ അഗസ്റ്റിൻ പറയും, ഞാൻ ഇറങ്ങിപ്പോകണം ശരി, പക്ഷേ എനിക്ക് പോകേണ്ടത് 2:30 മണിക്കാണ്, അമ്മ പ്രത്യക്ഷപ്പെട്ട 2:30 മണിക്കാണ്. എൻ്റെ മക്കളെ, ഇന്നത്തെ കാലത്ത് ഈ ഉടമ്പടിയുടെ ഒരു ലെവലിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി സ്ഥിരീകരണമായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ കാര്യം. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അമ്മയുടെ ഈ നിങ്ങളെ കൃപാസനം പത്രം കൊടുത്തിട്ട് പറയണത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് ആമിനെ പറയണത്, ഞാൻ വന്ന എല്ലാവരോടും മാതാവിനെക്കുറിച്ചും പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കണമെന്ന് പറയണത്.
ഈ മനുഷ്യന്മാരൊക്കെ എന്തെല്ലാം അപകടം പിടിച്ച സ്ഥലങ്ങളിലാണ് കർത്താവിൻ്റെ സുവിശേഷം ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും എന്തെല്ലാം കേട്ടാലും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അപ്പാ, ഈശോനെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, അമ്മയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷമേകാൻ വേണ്ടി എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നീ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയ ദൈവ പൈതലായി മാറും. ദൈവ പൈതലായി മാറിയാൽ പിന്നെ എല്ലാം നിനക്ക് അവകാശമായി മാറുകയാണ്. അല്ല, നീ ഇപ്പോൾ വേറൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന് നിന്നെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ നീ ദൈവത്തിൻ്റെ സ്വന്തം മകനായി മകളായി മാറുന്ന മക്കളാണെങ്കിൽ ആരാണെന്ന് അവകാശിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. റോമ 8:17. റോമ 8:17. നാം മക്കളെങ്കിൽ നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ദൈവത്തിന്റെ നാം മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ എന്നാ ഉദ്ദേശിക്കുന്നത്? എന്തെന്നാൽ, അതായത് ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവൻ്റെ കൃപയുടെ കൂട്ടവകാശികൾ എന്നാണ്. മനസ്സിലായില്ലേ? മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും പിന്നെ ആരാണ്? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. നമുക്ക് രണ്ട് ആനുകൂല്യമാണ് ലഭിക്കുന്നത്. പൈതലെന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ ദൈവത്തിൻ്റെ അവകാശികളും ദൈവത്തെ അവകാശമായി നിൽക്കിപ്പിക്കാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ കൃപയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ കാര്യം? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പോൾ അതെന്താണെന്ന് അച്ഛൻ പറഞ്ഞത്? അത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. അതെ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമുക്ക് ദൈവത്തിന്റെ അവകാശികൾ എന്ന് പറയുമ്പോൾ ഒന്ന് ദൈവമക്കളാകാനുള്ള കഴിവാണ്. അത് നമുക്ക് കിട്ടുന്ന അവകാശം നിത്യതയാണ്. പിന്നെ എന്താ? ക്രിസ്തുവിൻ്റെ കുട്ടവകാശികൾ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താ ലഭിക്കണത്? യോഹന്നാൻ 1:16 ലഭിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ. പ്രൈസ് ദി ലോർഡ്. കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിന് കൃപ ലഭിച്ചത് എങ്ങനെയാണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തുവിൻ്റെ കുരിശാരോഹണത്തെ ദൈവം മഹത്വപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന് കൃപ ലഭിച്ചത് എങ്ങനെയാണ്? ക്രിസ്തു പാപത്തിന് പരിഹാരമായിട്ട് കുരിശെടുത്തപ്പോഴാണ് ക്രിസ്തു കുരിശുമരണത്തിൽ മഹത്വപ്പെട്ടതെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ്റെ കുരിശുമരണം നമ്മുടെ പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്യുന്നവർക്കെല്ലാം, പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അവൻ്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ലഭിക്കുന്നത്? 8:17 പറയുന്ന റോമായിൽ പറയുന്ന യേശുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ കൃപയുടെ കൂട്ടവകാശികളാണ്. നമുക്ക് കൃപയാണ് ലഭിക്കുന്നത്. കൃപ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇപ്പോൾ അഗസ്റ്റിന് കിട്ടിയിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. അഗസ്റ്റിന് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ ജയിലിൽ കിടന്നുകൊണ്ട് ദൈവത്തെ നാമം വിളിക്കാനുള്ള ആത്മശക്തി ലഭിച്ചിരിക്കുകയാണ്. ഈ ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ മുകളിലുള്ളത്. അതിന് അറിയണം. എഫേസ്യസ് 3:16 എടുത്ത്. എഫേസ്യസ് 3:16. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശ്രദ്ധിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? ആത്മശക്തിയാണ്. എഫേസ്യസ് 3:16-17.
അവിടുത്തെ മഹത്വത്തിന്റെ അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടില്ലേ, എവിടെയാ ഇത് പോണെന്ന് നോക്കിയേ? സ്നേഹത്തിൽ വേരിപ്പാകി. നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി നിങ്ങളുടെ സഹോദരങ്ങളെയും ഈ ലോകത്തെ തന്നെ സ്നേഹിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ആത്മശക്തിയുടെ അഭിഷേകം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യസ് the word of God സ്നേഹം എല്ലാത്തിനും അതിജീവിക്കുന്ന. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് 13:7 സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ എല്ലാത്തിനെയും അതിജീവിക്കുന്ന 1 കൊരിന്ത്യസ് 13:7 ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ എഫേസ്യസ് 3:17 വായിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്. അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള അപ്പോസ്തലന്റെ സ്വപ്നം അതാണ്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ക്രിസ്തു നിങ്ങൾ ജീവിക്കണം. പിന്നെന്താണ്? അത് നിങ്ങൾക്ക് ശക്തിപ്പെടുത്തണം. ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞേ, ശക്തിയെക്കുറിച്ച് വായിച്ച് ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന്. ആന്തരിക മനുഷ്യന്റെ ശക്തീകരണം അഗസ്റ്റിൽ സംഭവിക്കുന്നത് അതാണ്. എഫേസ്യസ് 3:17 പറയുന്ന ആന്തരിക മനുഷ്യൻ്റെ ശക്തീകരണമാണ് ഈ അഗസ്റ്റിൽ സംഭവിക്കുന്നത്. എന്താണ്? അതുകൊണ്ടാണ് ജയിലിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ ആ ശക്തിയിലാണ്, ആന്തരിക മനുഷ്യൻ്റെ ശക്തിയിലാണ് ഈ മനുഷ്യൻ പറയണത്. എന്താണ്? അയാളുടെ മുമ്പേ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിപ്പോകും. ഞാൻ ജാമ്യം എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് ജാമ്യക്കാരോ ആരുമില്ല. എൻ്റെ ജാമ്യം ആരാണ്? എൻ്റെ അമ്മയാണ് എൻ്റെ ജാമ്യം, പരിശുദ്ധ അമ്മ എന്നെ ഇറക്കും. അപ്പോൾ ആത്മാവ് പറയും, നിന്നെ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തിരിച്ച് ദൈവത്തോട് അവൻ പറയും, എന്താണ്? എന്നെ ഇറക്കണമെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഇറക്കണമെന്ന്. ആ പറഞ്ഞ 2.5 മണിക്കൂർ 3 ദിവസം കഴിയുമ്പോൾ ആ പറഞ്ഞ 2.5 മണിക്കൂർ ഇവൻ ഈ കൃപാസനം പത്രവും കാശ് രൂപ എടുത്തുകൊണ്ട് ജയിലിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വരും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന ഓൺലൈനിലുള്ളവരും ജാഗ്രതയോടെ കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാൻ വേണ്ടി മനസ്സിനെ ഒരുക്കുക. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായി ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ സമയത്തെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നീ അധികകാലം കരയേണ്ടി വരത്തില്ല. നിന്റെ കണ്ണിനെ തുടച്ച് നീക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സമയം അമ്മയുടെ മാധ്യസ്ഥയിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, അച്ഛൻ ഓരോ രോഗം ഈശോ കാണിച്ചു തരുന്ന അനുസരിച്ച് കൊണ്ടും മനസ്സിൽ എന്നെ തോന്നിപ്പിക്കുന്ന അനുസരിച്ച് കൊണ്ടും പ്രാർത്ഥിക്കും. ഇപ്പോൾ കാണുന്ന ദർശനം പറഞ്ഞു തരാം. അതായത് ഒരു മനുഷ്യൻ്റെ നടുവ് എല്ലാം അവസാനിക്കുന്നിടം, നമ്മുടെ പൃഷ്ഠഭാഗം ഉൾപ്പെടെയുള്ളത്, അവന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലൊരു ഇരിപ്പ് രോഗിയായിട്ട് മാറിയിരിക്കുന്നു. അവൻ്റെ നടുവിൻ്റെ മൂടിനോട് ബന്ധപ്പെട്ട ഭാഗങ്ങളും അവനെ മുട്ടിനെ പൊങ്ങി കുന്തി നിൽക്കാൻ പറ്റാത്ത തളർന്നുപോയ അരക്കെട്ട് പോലുള്ള അവസ്ഥകൾ കർത്താവ് ഇപ്പം സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, 2 മെസ്സേജ് കൂടി ഈശോ പറയുന്നുണ്ട്. ഒന്ന്, ലീക്കാകുന്ന കിഡ്നിയും ലീക്കാകുന്ന അണ്ഡാശയങ്ങളും.
രണ്ട് വ്യക്തികൾക്കാണ് രണ്ട് ഇതാണ്. അതായത് രണ്ട് കഷ്ണങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന അണ്ടാശയങ്ങൾ നമുക്കറിയാം. അണ്ടാശയങ്ങളും അതുപോലെ തന്നെ കിഡ്നിയും അതെല്ലാം സ്വെല്ല് ചെയ്യുന്നുണ്ട്. വെച്ചാൽ വെള്ളം ഇറ്റ് വീഴുകയോ അതുപോലെ തന്നെ ചോര ഇറ്റ് വീഴുകയോ ചെയ്യുന്നുണ്ട്. ഇത് മാരകമായ രോഗമാണ്. കർത്താവ് രണ്ട് വ്യക്തികളെ സുഖപ്പെടുത്തും. കക്കയില്ലേ, കടലിലെ കായലിലുണ്ടാകുന്ന കക്ക കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കാം, അതുപോലെ ആന്തരികമായ ചില അവയവത്തിൻ്റെ മുകളിലെ ഈ അക്കാരം പോലെ പല്ലിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടത്തില്ലേ, ഒരു തരം കാൽഷ്യം കെട്ടുകണ പോലെ ഇങ്ങനെ ശരീരത്തിൻ്റെ മുകളിൽ അവയവത്തിൻ്റെ മുകളിൽ എന്തോ ഇങ്ങനെ പാട ചൂടി ബലമായിട്ടിരിക്കുകയാണ്. കർത്താവ് അത് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചീനവലയുടെ തട്ടിൽ നിന്ന് മീൻ കിട്ടുമ്പോൾ നമ്മളൊരു കൊല്ലുകൊണ്ട് അല്ലെങ്കിൽ കോരി ഒരു സാധനം മീൻ പുറത്തെടുക്കത്തില്ലേ, അതുപോലെ ഒരു കാഴ്ചയാണ്. ചീനവലയാണെന്നൊന്നും അച്ഛനെ അറിയത്തില്ല. ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് വലത് കൈയുടെ ഭുജങ്ങൾ, ബലമുള്ള മനുഷ്യൻ വലത് കൈയുടെ ഭുജങ്ങൾ തളർന്നിട്ട് ആ ജോലി കൈകൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശരീരത്തിൻ്റെ കക്ഷഭാഗങ്ങളിലും പിന്നീട് കക്ഷത്തിൻ്റെ പുറത്തും ഇതുപോലെ വെളുത്ത മുഴകൾ പോലെ, കുഞ്ഞു കുഞ്ഞു വെളുത്ത മുഴകൾ പോലെ, പുറ്റുപോലെ പിടിച്ചു വരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഇരട്ട മെസ്സേജാണ്. അതിൻ്റെ കൂടെയുള്ള കത്തി കൊണ്ട്, മീൻ വെട്ടുന്ന കത്തി കൊണ്ട് ആരെങ്കിലും വൈരാഗ്യം കൊണ്ട് വരകിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച് ആക്രമിച്ചിട്ടുള്ളവർ മാനസാന്തരപ്പെടാനും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. ആര്യ സ്ഥലങ്ങളുടെ വീക്കങ്ങൾ, നീര് വീക്കങ്ങളും അതുപോലെ അലർജി രോഗങ്ങളെയും കർത്താവ് കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി, സുഖപ്പെടുത്താൻ വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. നിലത്ത് കാല് ഊന്നുമ്പോൾ ഇടത് കാല് മാത്രം ഉറക്കും, വലത് കാല് ഉറക്കണില്ല. അതുകൊണ്ട് ഇടത് കാല് പോലെ പതിയണ പോലെ വലത് കാല് പതിയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നല്ലവണ്ണം മുറുക്കി ചവിട്ടാൻ വേദന ഉള്ളത് കൊണ്ടോ മുറുക്കി ചവിട്ടാൻ ബലം പ്രയോഗിക്കാൻ പറ്റാത്ത കൊണ്ടോ ആയിരിക്കാം ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. പല്ല് വല്ലാതെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. കുറേ വേദനയെടുത്ത് നടക്കും, പിന്നീട് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, പിന്നീട് അത് കൊഴിഞ്ഞു പോകും. എന്താണ് രോഗമെന്ന് വ്യക്തമല്ല. കർത്താവ് കീഴ്മോണകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മുതൽ ഉള്ളംകാല് വരെയുള്ള വിവിധ രോഗങ്ങളുടെ മേലെ ദൈവിക ആധിപത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മയും മാലാഖമാരും രക്തസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭാഷാപരം കിട്ടുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങയുടെ പുത്രന്റെ നാമത്തില്, യേശുക്രിസ്തുവിന്റെ നാമത്തില് നിന്റെ കൈകൾ നീട്ടണമേ. അപ്പാ, സ്വർഗീയപ്പാ, നിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് എല്ലാ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഓരോ ഭവനങ്ങളിലും കൃപാസനത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത മക്കളുടെ മേൽ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്തപ്പോൾ മക്കളുടെ മേൽ നിന്നെ വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശങ്ങൾ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നീ തിരഞ്ഞെടുത്ത മക്കളുടെ മേൽ അവരുടെ അവകാശം ഓഹരിയാകുന്ന അടയാളം കൊണ്ട് അവരെ സ്ഥിരീകരിക്കണമേ അപ്പാ, അവരെ സ്ഥിരീകരിക്കണമേ അപ്പാ. ശ്രുതികട്ടെ. നാമത്തില് സകല രോഗങ്ങള് മാറിപ്പോകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഇതിലെ 3 കലാശാലങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഒന്ന്, ചുണ്ട് തടിച്ചു വരുന്നവര്, ചുണ്ട് വല്ലാണ്ട് തടിച്ചു വരുന്നവര്, ചിലപ്പോൾ ഓറൽ ക്യാൻസർ ആകാം. അതുപോലെ തന്നെ ഇടത് ബ്രസ്റ്റിൻ്റെ താഴെ പള്ളയ്ക്ക് പൊക്കിൻ്റെ ഇടത് വശത്ത്
എപ്പോഴും പൊള്ളുന്ന പോലെ വേദന ഉള്ളവർ അവരവിടെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരും ഇടത് ബ്രസ്റ്റ് താഴെ കരളിന് വീക്കമുള്ളവരും അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ 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 ശ്രദ്ധിക്കട്ടെ. അസ്ഥി രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, തോളിൻ്റെ അസ്ഥികൾ ശോഷിച്ചവരെ, ശരീരത്തിൻ്റെ വ്യത്യസ്തമായ അസ്ഥികൾ ശോഷിച്ചവരെ, ശരീരത്തിൻ്റെ അസ്ഥിക്കൂടത്തിൻ്റെ വലതുവശത്ത് വേദനിക്കുന്നവരെ, അവരെല്ലാം കർത്താവ് അസ്ഥിയുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി പടരുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ശക്തി ഈ നിമിഷത്തിൻ്റെ സുഖപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കട്ടെ, മൂക്കിൻ്റെ ഇടത് ഭാഗത്ത്, അതുപോലെ തന്നെ ശ്വാസം എടുക്കാൻ പറ്റാത്ത വ്യക്തികൾ, അവിടെ അടിനോടിന് രോഗമുള്ളവരെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. മക്കളെ മൗനമായി മുട്ടി നിൽക്കുക. കർത്താവ് നമുക്ക് വചനം തന്നതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, കർത്താവ് വചനം പ്രഘോഷിച്ച ആ സായാഹ്നത്തിലാണ് അത്ഭുതകരമായ മീൻപിടുത്തം നടന്നത്. ആ വചനത്തെ വിശ്വസിച്ചവർക്കെല്ലാം കർത്താവിൻ്റെ അടയാളം കാണിച്ചു കൊടുത്തു. വചനവും വിശ്വസിക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുകയും വചനം ശക്തീകരിക്കപ്പെടുകയും സൗഖ്യമായി അനുഭവവേദ്യമാകുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ വേദനകളെക്കുറിയും ഞാൻ എൻ്റെ ജന്മം കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ വേദനിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം വേദനിക്കുന്ന ഒരു കാലത്ത് മനുഷ്യൻ സമാധാനം നഷ്ടപ്പെടുന്ന സമയത്തെല്ലാം കണ്ണീരുമായി കർത്താവ് തിരുസന്നിധിയിൽ ഞാൻ കണ്ണീർ കൊന്തമായി നിന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം കർത്താവ് തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പോംവഴികളാണ് നമുക്കിന്ന് ഉടമ്പടി പ്രാർത്ഥനയായിട്ടും ആരാധനയായിട്ടും ഒക്കെ നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ നല്ല ദൈവം തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ കൂടെ അരികിൽ നിൽക്കുന്നത്. നിങ്ങൾ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഓർക്കുക. ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച വിഷയങ്ങളെല്ലാം ഓർക്കുക. കർത്താവ് അതിൻ്റെ മേൽ തീരുമാനം എടുക്കാൻ പോകുന്ന, കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്ന നിൻ്റെ മക്കളുടെ വിഷയങ്ങൾ, നിൻ്റെ സംരംഭങ്ങൾ, നിൻ്റെ വരുമാന മാർഗങ്ങൾ, നിൻ്റെ ജീവിത മാർഗങ്ങൾ, നിൻ്റെ വിദ്യാഭ്യാസ മാർഗങ്ങൾ, നിൻ്റെ പരീക്ഷാ മാർഗങ്ങൾ, നിൻ്റെ സ്ഥലത്തിൻ്റെ അവസ്ഥകൾ, നിൻ്റെ കടങ്ങൾ, സ്ഥലം വിറ്റുമാറ്റാത്ത തടസ്സങ്ങൾ, നിൻ്റെ യാത്രയുടെ തടസ്സങ്ങൾ, വിദ്യാഭ്യാസ കഷ്ടങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന രക്തം മഴ പോലെ കർത്താവേ ഓരോ മക്കളുടെ പേര് തളിക്കപ്പെടട്ടെ. ദോഷങ്ങള് ഈ ധ്യാനം എവിടെയല്ല എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നുവോ ലോകവ്യാപകമായ രീതിയിൽ ഈ ധ്യാനം കൂടുന്ന മക്കളുടെ പേരെല്ലാം, എല്ലാ കുടുംബങ്ങളുടെ പേരെല്ലാം, ജീവിത സംഘടനകളുടെ പേരെല്ലാം, സാമ്പത്തിക കടകളുടെ പേരെല്ലാം, അവരുടെ മക്കളുടെ ദുർനടപ്പിന്റെ പേരെല്ലാം, പൈസാശക്തികളുടെ പേരെല്ലാം, ഒട്ടിച്ചത്തിന്റെ പേരെല്ലാം, എല്ലാ തരത്തിലുള്ള പേരാളുകളുടെ പേരും യേശുവിന്റെ രക്തം പടരട്ടെ. മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തു നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അച്ഛൻ ഇവിടെ ഓർക്കാത്ത വിഷയങ്ങൾ എൻ്റെ മക്കള് പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഉടമ്പടി ചെയ്യാൻ പോകുന്നവരാകാം, ഉടമ്പടി വെച്ച വിഷയമാകാം, പുതുക്കിയ വിഷയമാകാം. അച്ഛനിവിടെ ഓർക്കാത്ത വിഷയങ്ങൾ, ഇനി ഉടമ്പടി വെക്കാൻ മറന്നുപോയ വിഷയങ്ങൾ എല്ലാം ഇപ്പോഴേ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. അപകടങ്ങളിലൊക്കെ പെട്ടുപോയിട്ട് തളർന്നു പോയവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഇരിപ്പ് രോഗികളായിപ്പോയവർ, ഓപ്പറേഷനിൽ അകത്ത് പ്ലേറ്റ് ഇട്ടിരിക്കുന്നവർ, അകത്ത് കമ്പി ഇട്ടിരിക്കുന്നവർ, എടുക്കാൻ പറ്റാത്ത രീതിയിൽ, നടക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതം ഇരുട്ടലായിപ്പോയവർ, അമ്മയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അമ്മ ഇപ്പോഴും അവരുടെ അടുത്ത് ചെല്ലണം. കിടപ്പ് രോഗികളൊക്കെ അവർക്ക് ആവതില്ല. അവർ മറ്റവരുടെ സഹായം കൊണ്ട് അവർ ജീവിക്കുകയാണ്. അവരെ നോക്കുന്നവരും മാനസികമായി തളർന്നിരിക്കുന്നു, പണപരമായി തളർന്നിരിക്കുന്നു. അമ്മേ എല്ലാവരെയും അമ്മ സ്പർശിക്കാൻ ഈശോയുടെ ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ മകളുടെ 41 വയസ്സായിട്ടുള്ള മക്കളൊക്കെ ഇന്നലെ കല്യാണത്തിന് ഇതുവരെ കല്യാണം കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വിഷയമൊക്കെ വീട്ടും ഇപ്പോൾ എടുക്കണം. നമ്മൾ 30 വയസ്സിന് മേലുള്ള എല്ലാവരെയും നമ്മൾ അൾത്താരയിൽ ഓർക്കുന്നു. 30 വയസ്സ് മേലുള്ളവർക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്തവർ നിങ്ങളുടെ സ്വന്തമാണെന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലവരുടെയും വിഷയമാണ് എന്ന് വിചാരിക്കരുത്. അവർ കെട്ടാതെ നിൽക്കുന്നത് നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം നിനക്ക് ദൈവസ്നേഹമില്ലെന്നാണ്. നിനക്ക് ദൈവസ്നേഹമില്ലെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ ശക്തിയിൽ പങ്കാളിത്തമില്ലെന്നാണ് ഇന്നത്തെ വചനത്തിൻ്റെ വെളിപാട്. അത് ഓർത്തേക്കണം. അവരുടെ വിഷയങ്ങളെല്ലാം നമ്മുടെ വിഷയങ്ങളാണ്.
കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മക്കൾ, വീട് സ്ഥലവുമില്ലാത്തവരെ, സ്ഥലമുണ്ട് വീടില്ലാത്തവർ, ഉറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്ത കാരണം ആർക്കും ഒന്നും കിട്ടാതിരിക്കുന്നവർ, തർക്കപ്പുരയിടത്ത് താമസിക്കുന്നവർ, കേസിലകപ്പെട്ടവർ, അവരുടെ മേലെല്ലാം ദൈവമല്ലാതെ അവർക്കാരുമില്ല. പക്ഷെ ദൈവം അവർക്കുണ്ട്, പരിശുദ്ധ അമ്മ അവർക്കുണ്ട്. സമയമായില്ല എന്ന് പറഞ്ഞാലും യേശുവിനോട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ, ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ ദൈവിക ഇടപെടലുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയത് അമ്മയാണ്. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ജോലിയുടെ സാങ്ഷൻ ആകുന്നില്ല, ചിലർക്ക് ഗവൺമെൻറ് അക്രഡിഷൻ കിട്ടണില്ല, ചിലർക്ക് സ്ഥിര നിയമനം കിട്ടണില്ല, ചിലർക്ക് PhDക്ക് ഗുരുവിനെ കിട്ടണില്ല, ഗൈഡിനെ കിട്ടണില്ല, ചിലർക്ക് ഓഫർ ലെറ്റർ ഉണ്ട്, പൈസയും കൊടുത്തതാണ്, പക്ഷേ യാതൊരുവിധ റിട്ടേൺസും മെസ്സേജൊന്നും ഇല്ല, വിസ വരുന്നില്ല, വിസ തടസ്സങ്ങൾ, പരീക്ഷ തടസ്സങ്ങൾ. ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത കുഞ്ഞുങ്ങളുണ്ട് പല കോളേജുകളിലും. വിൽക്കാനുള്ള സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റാതെ കിടക്കുന്നത്, ജപ്തിയിലേക്ക് കിടക്കുന്ന സ്ഥലങ്ങൾ, കുടുംബത്തിൽ സമാധാനമില്ലാതെ ഡൈവേഴ്സിലായി പോകുന്നവർ, മക്കൾ പങ്കിട്ടെടുത്തവർ, അതിന് കോടതി കയറുന്നവർ, വേറെ ചില വിഷയങ്ങളൊക്കെ കോടതി കയറുന്നവർ, അവസാനത്തെ വിധി അനുകൂലമാകാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവരുടെ മേലെ ദൈവത്തിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ഇടിമിന്നൽ പോലെ ശ്രദ്ധിക്കട്ടെ.